Good afternoon, students. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇതാണ്: എ എൻ ഓഫ് വൈൻ്റെ nth ഡെറിവേറ്റീവ് പ്ലസ് എ എൻ മൈനസ് വൺ വൈ എൻ മൈനസ് വൺ plus etc plus a1 y dash plus a0 y equal to some function of x. ഈ രീതിയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് nth ഡിഗ്രി എന്ന് പറയുന്നത്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y of x is equal to y h of x plus y p of x ആണ്, where y h of x is the corresponding homogeneous solution and yp is the particular solution to the corresponding differential equation. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ വൈ എച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇത് ഈക്വൽ ടു, അതായത് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ സൊല്യൂഷൻ കാണാം, ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ കാണാം. അതാണ് വൈ എച്ച് ഓഫ് എക്സ്. ആൻഡ് വൈ പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത്. ടു ഫൈൻഡ് വൈ പി, അതായത് നമുക്ക് ഓൾറെഡി പറഞ്ഞു നമ്മൾ വൈ ഈസ് ഈക്വൽ ടു വൈ എച്ച് പ്ലസ് വൈ പി ആണെന്ന്. അതിൽ വൈ പി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈക്വൽ ടു ഉള്ള ഫംഗ്ഷൻ, അതായത് ആർ എച്ച് എസിലുള്ള ഫംഗ്ഷൻ നോക്കുക. ഈക്വൽ ടു നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജനറൽ ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ ഏത് രീതിയിലാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വൈ പി ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ജി ഓഫ് എക്സ് എങ്കിൽ ഇത് വൈ പി ആയിട്ട് ചൂസ് ചെയ്യാം. അങ്ങനെ ഓരോന്നിനും ഓരോ ഫോമിനും കറസ്പോണ്ടിങ് ആയിട്ട് വൈ പി നമ്മൾ ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ചിട്ട് വാല്യൂസ് കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ വൈ പി കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫോം, അതായത് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ ഇൻറ്റു ഇ പവർ ആൽഫ എക്സ് ആണെങ്കിൽ, അതായത് ഇൻ്റെ പവറായിട്ട് ജി ഓഫ് എക്സ് വരുന്നുണ്ട് വിചാരിക്കുക. അതായത് ഇപ്പോൾ 2 ഇ റേസ് ടു 2x അല്ലെങ്കിൽ 3 ഇ റേസ് ടു 4x അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും? സി ഇൻറ്റു ഇ പവർ ആൽഫ എക്സ് ആയിട്ട് വൈ പിനെ ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കോഎഫിഷ്യൻറ്റിൻ്റെ സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ വൈ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതുപോലെ എക്സ് പവർ എൻ, അതായത് പോളിനോമിയൽസ് ആയിട്ട് വരുന്ന കേസിൽ ഇപ്പോൾ 2x സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ക്യൂബ് ഒക്കെയാണ് ജി ഓഫ് എക്സ് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കെ എൻ എക്സ് റേസ് ടു എൻ, അതായത് കറസ്പോണ്ടിങ് അത്രയും എൻ ആണ് ഇതിൻ്റെ പവറെങ്കിൽ ആ പവർ വരുന്ന പോളിനോമിയലായിട്ട് നമ്മൾ വൈ പിനെ ചൂസ് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ ആണ് എങ്കിൽ കെ ടു എക്സ് സ്ക്വയർ പ്ലസ് കെ വൺ എക്സ് പ്ലസ് കെ നോട്ടായിട്ട് എന്തിനെ ചൂസ് ചെയ്യുക? വൈ പിനെ ചൂസ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഫോമായിട്ട് നമ്മൾ ഏതിനെ ചൂസ് ചെയ്യുക? വൈ പിനെ ചൂസ് ചെയ്യുക. അപ്പം അതുപോലെ കോസിൻ്റെയും സൈനിൻ്റെയും മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് സം കോസ് 2x അല്ലെങ്കിൽ കോസ് 5x സൈൻ 3x ആ ഒരു കേസ് വരുമ്പോൾ നമ്മൾ കെ ഇൻറ്റു കോസ് ബീറ്റ എക്സ്, ഇതിൽ കെയും എം എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ K1 KN -1 K1 K0 എന്നൊക്കെ പറയുന്നത് കോഎഫിഷ്യൻസാണ്. ആ കോഎഫിഷ്യൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ ഇവിടെ കെ ഇൻറ്റു കോസ് ബീറ്റ എക്സ് ആണെങ്കിൽ കറസ്പോണ്ടിങ് വൈ പി എന്തെടുക്കണം? കെ ഇൻറ്റു കോസ് ബീറ്റ എക്സ് പ്ലസ് എം ഇൻറ്റു സൈൻ ബീറ്റ എക്സ്. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാലും ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? വൈ പി ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ സൈൻ ബീറ്റ എക്സ് വരുമ്പോഴും ഇതുപോലെ തന്നെ എടുക്കുക. അതുപോലെ പിന്നെ എക്സ് റേസ് ടു എൻ, അതായത് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 3 ഫോം പഠിച്ചു. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻസ് വരുന്ന കേസ്, അതായത് എക്സ് റേസ് ടു എന്നും ഇ റേസ് ടു ആൽഫ എക്സും വരുന്ന കേസ്, അതായത് അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എന്നിൻ്റെ വൈ പി എന്താ? പോളിനോമിയൽ. അപ്പോൾ ആ പോളിനോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സിൻ്റെ വൈ പി എന്ന് പറയുന്നത് ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എന്നിൻ്റെ വൈ പി, അതായത് കെ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് എക്സെട്ര പ്ലസ് K1x പ്ലസ് K0 എന്ന് വരും. അതുപോലെ തന്നെ എക്സ് റേസ് ടു എന്നും കോസ് ബീറ്റ എക്സും വരുന്നുണ്ടെങ്കിൽ എന്ത് വരും? എക്സ് റേസ് ടു എന്നിൻ്റെ വൈ പി ഇൻറ്റു കോസ് ബീറ്റ എക്സിൻ്റെ വൈ പി. അങ്ങനെ വേണം ചൂസ് ചെയ്യാൻ. അതായത് ഇതിൽ 3 കോമ്പിനേഷൻസും വരും. അപ്പോൾ രണ്ടിൻ്റെയും വൈ പി എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ, നമുക്കതിൻ്റെ പ്രോബ്ലം നോക്കാം.
ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു ഇ പവർ എക്സ്. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകാം. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജി ഓഫ് എക്സ്. അപ്പോൾ അതവിടെ വയ്ക്കുക. g of x is equal to 6 into e power x ആണ്. ഇനി സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ്റെ ഫോം എന്തായിരുന്നു? y of x is equal to yh of x plus yp of x ആണ് അല്ലേ? ഇക്വേഷൻ നമ്പർ 1. ഇതിൽ yh എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹോമോജീനിയസിൻ്റെ സൊല്യൂഷനാണ് അല്ലേ? ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 0. അതായത് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ളതിനെ ഈക്വൽ ടു 0 എന്നാക്കി മാറ്റിയത്. അതാണ് കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ കാണാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹോമോജീനിയസിൻ്റെ സൊല്യൂഷൻ കാണാനുള്ള മെത്തേഡ്. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്താ? എം സ്ക്വയർ മൈനസ് എം മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യുക. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇത് സോൾവ് ചെയ്തിട്ട് എമ്മിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. എം ഇസ് ഈക്വൽ ടു -1 ഓർ 2 എന്ന് കിട്ടും. ഇങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടാണ്. ദെൻ ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളവിടെ y എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. ഇവിടെ yh ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുക ആ സൊല്യൂഷനെ. yh ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു c1 ഇൻറ്റു ഇ പവർ m1x അല്ലേ? അപ്പോൾ -x പ്ലസ് c2 ഇൻറ്റു ഇ പവർ m2x. m2 എന്ന് പറയുന്നത് 2x എന്ന് വരും. അപ്പോൾ ഇതാണ് yh. കറസ്പോണ്ടിങ് ഹോമോജീനിയസിൻ്റെ സൊല്യൂഷനാണ് ഇത്. ഇനി നമുക്ക് yp ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 6 ഇൻറ്റു ഇ റേസ് ടു എക്സ് ആണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾ അനുസരിച്ചിട്ട് k ഇൻറ്റു ഇ പവർ എക്സ് ഫോമിലാണ് കിടക്കണം അല്ലേ? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് yp നമ്മൾ ചൂസ് ചെയ്യേണ്ടത് c ഇൻറ്റു ഇ പവർ, ഇവിടെ ഇതിൻ്റെ പവർ എന്താണോ വരുന്നത് അത് തന്നെ എടുക്കുക. ഇവിടെ x ആണ്, അപ്പോൾ ഇ പവർ എക്സ് എന്ന് എടുക്കുക. ഇതാണ് yp. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ്. അതായത് yp ഡാഷ് കാണാം ആൻഡ് yp ഡബിൾ ഡാഷ് കാണാം. അതായത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എന്ത്? ഈ yp എന്ന് പറയുന്നത് തന്നിരിക്കുന്ന കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് അസ്യൂം ചെയ്യാം. സൊല്യൂഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ആ ഒരു yp എന്ത് ചെയ്യും? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? yp കാണുക, yp ഡാഷ് കാണുക, yp ഡബിൾ ഡാഷ് കാണുക. എന്നിട്ട് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് വെച്ചിട്ട് നമ്മൾ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്തിട്ട് ഈ സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് yp ഡാഷ് കാണാം, c ഇൻറ്റു ഇ പവർ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ പവർ എക്സ് തന്നെ, ആൻഡ് yp ഡബിൾ ഡാഷിൻ്റെ c ഇൻറ്റു ഇ പവർ എക്സ് തന്നെ. ഇനി നമ്മൾ ഈ 3 വാല്യൂസ്, അതായത് ഈ ഒരു സെറ്റ് വാല്യൂസ് നമ്മുടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഇക്വേഷൻ എന്തായിരുന്നു? y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു ഇ പവർ എക്സ് ആണ്. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? വൈന് പകരം yp ഇട്ട് കൊടുക്കുക. അപ്പോൾ yp ഡബിൾ ഡാഷ് മൈനസ് yp ഡാഷ് മൈനസ് 2 ഇൻറ്റു yp ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു ഇ പവർ എക്സ്. ഈ ഒരു ഇക്വേഷനിൽ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ yp ഡബിൾ ഡാഷ് എന്താ? c ഇൻറ്റു ഇ പവർ എക്സ് മൈനസ് yp ഡാഷും c ഇൻറ്റു ഇ പവർ എക്സ് തന്നെ മൈനസ് 2 yp ഇൻറ്റു ഇ പവർ എക്സ് തന്നെ. ഈ ഇ പവർ എക്സിൻ്റെ കേസിൽ മാത്രമാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ എക്സ് ഇ പവർ 2x ആണെങ്കിൽ 2 മൾട്ടിപ്പിൾ ആയിട്ട് വരുമല്ലോ, അപ്പോൾ വ്യത്യാസം വരും. ഇതിലിപ്പോൾ എല്ലാം ypയും yp ഡാഷും yp ഡബിൾ ഡാഷും ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരരുത്. ഇവിടെ ഈ റേസ് ടു എക്സ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി ദിസ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു ഇ പവർ എക്സ്. ഇതിൽ സി ഇ പവർ എക്സ് ആൻഡ് സി പവർ എക്സ് പ്ലസും മൈനസും അത് ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്താ വന്നത്? മൈനസ് 2 സി ഇ പവർ എക്സ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു ഇ പവർ എക്സ്. ഇതിൽ ഇ പവർ എക്സും ഇ പവർ എക്സും കോമൺ അല്ലേ? അതിനെ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വന്നു? -2c ഈക്വൽ ടു 6 എന്ന് വന്നു.
This implies C is equal to 6 by negative 2. This is equal to negative 3 negative. അപ്പോൾ സീൻ്റെ വാല്യൂ എത്രയാണ്? -3. Therefore yp is equal to, yp എന്തായിരുന്നു? C ഇൻറ്റു ഇ പവർ എക്സ് അല്ലേ? അതിൽ C എന്ന് പറയുന്നത് -3 ആണ് കിട്ടി. അപ്പോൾ yp ഈക്വൽ ടു -3 ഇൻറ്റു ഇ പവർ എക്സ്. ഇങ്ങനെയാണ് yp കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ypയും കിട്ടി, നേരത്തെ yhഉം കിട്ടി. ഇനി ജനറൽ Therefore, general solution y of x is equal to yh of x plus yp of x. yh of x നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചു. c1 ഇൻറ്റു ഇ പവർ നെഗറ്റീവ് എക്സ് പ്ലസ് c2 ഇൻറ്റു ഇ പവർ 2x പ്ലസ് yp എന്ന് പറയുന്നത് -3 ഇ പവർ എക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. അതായത് നമ്മൾ ആദ്യം YH കണ്ടുപിടിക്കുക, കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ദെൻ YP ചൂസ് ചെയ്യേണ്ടത് നമ്മൾ g ഓഫ് എക്സിൻ്റെ ഫോം നോക്കിയിട്ട് കറസ്പോണ്ടിങ് YP ചൂസ് ചെയ്യുക. ആ YPയിലുള്ള കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? YP ഡാഷും YP ഡബിൾ ഡാഷും ഒക്കെ കണ്ടുപിടിച്ചിട്ട് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്തിട്ട് നമ്മൾ YPയിലെ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് YH പ്ലസ് YP ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ വേറൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.